30 വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിലെ മാർത്താണ്ഡത്തിലൂടെ യാത്ര ചെയ്യവേ സാധു കൊച്ചുകുഞ്ഞുപദേശി ആരംഭിച്ച അനാഥശാലയെക്കുറിച്ച് അവിടെയുള്ള ഒരു സുവിശേഷകൻ പറയുന്നത് കേട്ടു. പാറശാലയിലും മറ്റൊരാൾ തൻ്റെ വീട്ടിൽ സാധു കൊച്ചുകുഞ്ഞു സന്യാസി വന്നതിനെക്കുറിച്ച് തൻ്റെ അപ്പൻ വളരെ ആദരവോടെ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഓർക്കുന്നു. 100-ലധികം വർഷങ്ങൾക്ക് മുമ്പ് വാഹന ഗതാഗതം പേരിന് മാത്രമുണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ കാലയളവിൽ ഇടയാറന്മുളയിൽ നിന്നും തെക്കൻ തിരുവിതാംകൂറിലും രാമനാഥപുരത്തും മദ്രാസിലും ആന്ധ്രയുടെ ചില ഭാഗങ്ങളിലും സിലോണിലുമൊക്കെ സുവിശേഷവുമായി കടന്നു ചെന്ന സാധു കൊച്ചുകുഞ്ഞുപദേശി എന്ന എളിമയുടെ സുവിശേഷകനെ നേരിൽ കണ്ടവരെല്ലാം അത്ഭുതത്തോടെ നോക്കി നിന്ന ഒരു കാലമുണ്ടായിരുന്നു. 5.5 അടി ഉയരം, മെലിഞ്ഞ ശരീരം, കുഴിഞ്ഞ കണ്ണുകൾ, ചുളുക്കം വീണ നെറ്റിത്തടം, വെള്ളമുണ്ട്, വെള്ള ഷർട്ട്, വെള്ള നേരിയതും ഒരു കാലൻകുട, എപ്പോഴും നെഞ്ചോട് ചേർത്ത് പിടിച്ച വേദപുസ്തകം. ഇതായിരുന്നു സാധു കൊച്ചുകുഞ്ഞുപദേശി. പമ്പാ നദിയുടെ തീരത്ത് ഇടയാറന്മുള എന്ന ഗ്രാമത്തിൽ മുത്തമ്പാക്കൽ ഇട്ടിയുടെയും മറിയാമ്മയുടെയും മകനായി MI വർഗീസ് എന്ന കൊച്ചുകുഞ്ഞ് ജനിച്ചു. അസാധാരണത്വം നിറഞ്ഞതായിരുന്നു കൊച്ചുകുഞ്ഞിൻ്റെ മാതാപിതാക്കളുടെ ജീവിതം. കൊച്ചുകുഞ്ഞിൻ്റെ മൂത്ത സഹോദരൻ പമ്പാ നദിയിൽ വീണ് മരണമടഞ്ഞു. തുടർന്ന് ജനിച്ചത് 6 പുത്രിമാർ. ഒരാൺസന്താനത്തിനായി നിരന്തര പ്രാർത്ഥനകൾ. ആ പ്രാർത്ഥനകൾക്കൊടുവിൽ ഒരു ആൺസന്താനം ജനിച്ചു. 6 പുത്രിമാർക്കിടയിൽ ഒരു മകൻ. നാട്ടിലും വീട്ടിലും എല്ലാവരുടെയും സ്നേഹഭാജനമായി അവൻ വളർന്നു. കുന്നുംപുറത്ത് MTLP സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം. വേദപണ്ഡിതനും മഹാകവിയുമായിരുന്ന KV സൈമണും കൊച്ചുകുഞ്ഞും ചെറുപ്പം മുതലേ നല്ല സ്നേഹിതരായിരുന്നു. അക്കാലത്ത് ശൈശവ വിവാഹം നിലനിന്നിരുന്നതിനാൽ തങ്ങളുടെ ഏകപുത്രനെ വിവാഹം കഴിപ്പിക്കുവാൻ വൃദ്ധരായ മാതാപിതാക്കൾ തീരുമാനിക്കുന്നു. അങ്ങനെ തൻ്റെ 12-ാം വയസ്സിൽ ളാഗ മർത്തോമ്മ പള്ളിയിൽ വെച്ച് കുറിയന്നൂരുകാരി ഏലിയാമ്മയെ കൊച്ചുകുഞ്ഞ് വിവാഹം കഴിച്ചു. വിവാഹശേഷം പമ്പാ നദിക്ക് അക്കരെയുള്ള പൂവത്തൂരിൽ 2 ക്ലാസ് മാത്രമുള്ള ഇംഗ്ലീഷ് സ്കൂളിൽ പഠനം ആരംഭിച്ചു. 2 വർഷം അവിടെ ഇംഗ്ലീഷ് പഠനം നടത്തി. അതോടുകൂടി തൻ്റെ 14-ാം വയസ്സിൽ ഔപചാരിക വിദ്യാഭ്യാസത്തിന് തിരശ്ശീല വീണു. ജീവിത പ്രാരാബ്ധത്തിൻ്റെയും പ്രതിസന്ധികളുടെയും നാളുകളായിരുന്നു പിന്നീട് ജീവിതത്തിൻ്റെ മുമ്പിലുണ്ടായിരുന്നത്. തൻ്റെ 15-ാം വയസ്സിൽ കൊച്ചുകുഞ്ഞിൻ്റെ മാതാവ് ഈ ലോകം വിട്ടുപോയി. അതോടെ കുടുംബത്തിൻ്റെ ഭാരം മുഴുവൻ കൊച്ചുകുഞ്ഞിൻ്റെ തലയിലായി. കരിമ്പിൻ കൃഷിയായിരുന്നു മുഖ്യ വരുമാന മാർഗം. സ്വന്തം സ്ഥലത്തും പാട്ടത്തിനടുത്തും ആ കൃഷി ചെയ്യാറുണ്ടായിരുന്നു. 4 സഹോദരിമാരെ വിവാഹം കഴിച്ച് അയച്ചപ്പോഴേക്കും കടുത്ത സാമ്പത്തിക ഞെരുക്കം കൊച്ചുകുഞ്ഞിനെ ബാധിച്ചിരുന്നു. കുടുംബഭാരങ്ങൾക്കിടയിലും വിശ്രമവേളകളിൽ പുസ്തകങ്ങൾ വായിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പതിവായിരുന്നു. മാതാവിൻ്റെ മരണശേഷം 5 വർഷങ്ങൾ കഴിഞ്ഞ് പിതാവും ഇഹലോകവാസം വെടിഞ്ഞു. കൊച്ചുകുഞ്ഞ് തൻ്റെ 20-ാമത്തെ വയസ്സിൽ ഒരു പിതാവായി തീർന്നു. ആർദ്ര ഹൃദയനായിരുന്നു കൊച്ചുകുഞ്ഞ്. ജീവിക്കാനുള്ള നെട്ടോട്ടത്തിനിടയിൽ കുറേ നാൾ തുണിക്കച്ചവടവും അധ്യാപക വൃത്തിയും നിർവഹിച്ചിരുന്നു. കഠിനമായ അധ്വാനത്തിനിടയിലും സുവിശേഷ പ്രവർത്തനത്തിന് മുടക്കം വരുത്തിയിരുന്നില്ല. എല്ലാ അർത്ഥത്തിലും നിഷ്കളങ്കനും സാധുവുമായിരുന്നു കൊച്ചുകുഞ്ഞ്. KV സൈമണും കൊച്ചുകുഞ്ഞും ഇടയാറന്മുള ക്രിസ്ത്യൻ ഫെലോഷിപ്പ് യൂണിറ്റി എന്ന സംഘടനയിലും ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നു. ദൈവത്തിനായി വലിയവ ചെയ്യണം എന്ന ഒറ്റ ആഗ്രഹമേ കൊച്ചുകുഞ്ഞിനുണ്ടായിരുന്നുള്ളൂ. സുവിശേഷ വേലയ്ക്കായുള്ള വെമ്പൽ ഒരു വശത്ത്, ജീവിത പ്രാരാബ്ധം മറുവശത്ത്. ഇതിൻ്റെ നടുവിൽ കൊച്ചുകുഞ്ഞ് അനുഭവിച്ച കടുത്ത മാനസിക സംഘർഷത്തെ തുടർന്ന് മാനസിക ആരോഗ്യത്തെ അത് നന്നായി ബാധിച്ചു. കുടുംബത്തിൽ ദാരിദ്ര്യം നിറഞ്ഞു. എങ്കിലും അദ്ദേഹത്തിൻ്റെ ദൈവാശ്രയബോധം കുറഞ്ഞില്ല. ബാഖയുടെ ദിവസങ്ങൾ അഥവാ കണ്ണുനീരിൻ്റെ ദിവസങ്ങൾ എന്നാണ് ആ ദിവസങ്ങളെ കൊച്ചുകുഞ്ഞ് വിശേഷിപ്പിച്ചിരുന്നത്. ലോകത്തിൽ എന്നേക്കാൾ വലിയ ഭാഗ്യദോഷി ഉണ്ടോ എന്ന് തോന്നിപ്പിക്കുമാറുള്ള അനുഭവങ്ങൾ എന്നെ ചുറ്റി വളഞ്ഞിരിക്കുന്നു. എൻ്റെ ഒരു കുട്ടി മരിച്ചു. മറ്റൊരു കുട്ടി മരണാസന്നനായി അവൻ്റെ അമ്മയുടെ വീട്ടുകാരുടെ ശുശ്രൂഷയിൽ അവിടെ കിടക്കുന്നു. അവൻ്റെ അമ്മയും ഇളയ പെൺകുട്ടിയും ദുഃഖാപ്തിയിൽ നിന്നുകൊണ്ട് അവൻ്റെ അടുക്കൽ താമസിക്കുന്നു. എൻ്റെ ദോഷം മൂലമാണ് ഇവണ്ണമെല്ലാം ഭവിക്കുന്നത് എന്ന് ചില ശബ്ദങ്ങളും കേൾക്കാം. വലിയ ഭക്തി എടുക്കാൻ പോയാൽ കൊച്ചുകുഞ്ഞിൻ്റെ വീട്ടിൽ വന്നതുപോലെ നിനക്കും വരാം എന്നടക്കം പറയുന്നതും കേട്ടു. ഇവനും താമസിയാതെ ഒടുങ്ങും എന്നും മറ്റു ചിലർ. ഈ കഠിന വാക്കുകൾക്കിടയിലും പ്രാർത്ഥനയും ധ്യാനവുമായി കൊച്ചുകുഞ്ഞ് തൻ്റെ അറയിൽ കയറി. ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ കടുത്ത പീഡകൾക്കിടയിലും ദൈവമാണ് ഏക ആശ്രയം എന്ന മനോഭാവത്തിൽ നിന്ന് അദ്ദേഹം പിന്മാറിയില്ല.
3 ദിവസത്തെ തൻ്റെ പ്രാർത്ഥനകൾക്കൊടുവിൽ എഴുതിയ ഗാനമാണ് ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ. ലോകമെങ്ങുമുള്ള മലയാളി ക്രൈസ്തവർ പാടി ആശ്വസിക്കുന്ന ഈ ഗാനത്തിൻ്റെ പിറവി ഇങ്ങനെയായിരുന്നു. ബ്രദറൻ വേർപാട് പെന്തക്കോസ്ത് സഭകൾ ശക്തിയോടെ വ്യാപിച്ച സമയത്ത് ആത്മസുഹൃത്തായ KV സൈമൺ വേർപാട് ഉപദേശത്തിലേക്ക് പോയത് കൊച്ചുകുഞ്ഞിന് വലിയ ആത്മസംഘർഷത്തിനിടയായി. ഒടുവിൽ സാധു കൊച്ചുകുഞ്ഞിനെ മർത്തോമ സഭയുടെ എല്ലാ ഇടവകളിലും സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിക്കുന്നതിന് മർത്തോമ മെത്രാപ്പോലിത്ത അനുമതി നൽകി. സന്നദ്ധ സുവിശേഷ സംഘം ആദ്യകാല ജനറൽ സെക്രട്ടറി സാധു കൊച്ചുകുഞ്ഞ് ഉപദേശിയായിരുന്നു. അദ്ദേഹം പ്രസിദ്ധീകരിച്ച ആശ്വാസഗീതങ്ങൾ എക്കാലത്തും മലയാളി ക്രൈസ്തവർക്ക് ഒരു അനുഗ്രഹമാണ്. 300ഓളം പാട്ടുകൾ രചിച്ചിട്ടുള്ള സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി 210 പാട്ടുകൾ പ്രസിദ്ധീകരിച്ചു. അതിൽ 75 പാട്ടുകൾ തമിഴ് കീർത്തനങ്ങളാണ്. 1939 ആശ്വാസഗീതങ്ങൾ ആദ്യമായി പ്രസിദ്ധീകരിക്കുന്നത്. സാധു കൊച്ചുകുഞ്ഞ് ഉപദേശിയുടെ എല്ലാ പാട്ടുകളുടെയും സംഗീതം അദ്ദേഹം തന്നെയാണ് നിർവഹിച്ചിരുന്നത്. 1 മാസം 19 നേരം മാത്രമായിരുന്നു ആഹാരം. അതും 1-2 പിടി ചോറ് മാത്രം. വ്യാഴം മുതൽ ഞായർ വരെയുള്ള ദിവസങ്ങളിൽ 2 നേരം മാത്രമായിരുന്നു ആഹാരം. മത്സ്യമാംസാദികൾ കഴിക്കാറില്ല. ആഹാരം ശരിയായി കഴിച്ചാൽ കുറെ കൂടി വേല ചെയ്യാമല്ലോ എന്ന് ഒരിക്കൽ ഒരാൾ അദ്ദേഹത്തോട് ചോദിച്ചു. അതിന് സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി നൽകിയ മറുപടി ഇന്നുള്ള എല്ലാ സുവിശേഷകരും ഒന്ന് കേൾക്കുന്നത് നല്ലതായിരിക്കും. എന്നാൽ കൊച്ചുകുഞ്ഞ് മാത്രമേ കാണുകയുള്ളൂ എന്നായിരുന്നു മറുപടി. ഉണർവ് പ്രസംഗകനായ സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി 4 ദിവസങ്ങൾ കൊണ്ട് 20 യോഗങ്ങൾ വരെ നടത്തിയിരുന്നു. കുറിപ്പുകൾ എഴുതി വെച്ച് പ്രസംഗിക്കാറില്ല. 3-4 പേർ അടങ്ങിയ ഗായക സംഘത്തോടൊപ്പമാണ് സാധു സുവിശേഷ യോഗങ്ങളിൽ പങ്കെടുത്തിരുന്നത്. രാത്രി 7 മണിക്ക് ആരംഭിക്കുന്ന യോഗങ്ങൾ വെളുപ്പിന് 3 മണി വരെയൊക്കെ നീളാറുണ്ട്. ഒരിക്കൽ കുമ്പനാട്ട് നടന്ന യോഗത്തിൽ വെച്ച് കൊച്ചുകുഞ്ഞ് ഉപദേശി ജനക്കൂട്ടത്തെ നോക്കി ഇപ്രകാരം പറഞ്ഞു: ഒരാഴ്ചയ്ക്കകം കർത്താവ് വരത്തില്ല എന്ന് ധൈര്യമായിട്ട് പറയുന്ന ഒരാൾക്ക് ആശ്വാസഗീതത്തിൻ്റെ ഒരു കോപ്പി ഞാൻ സൗജന്യമായി നൽകും. സദസ്സിൽ നിന്ന് ഒരാൾ കൂസലില്ലാതെ ഉപദേശിയുടെ കയ്യിൽ നിന്നും പാട്ടുപുസ്തകത്തിൻ്റെ ഒരു കോപ്പി വാങ്ങിച്ചിട്ട് പോയി. ആ വർഷത്തെ മാരാമൺ കൺവെൻഷന് പന്തലിടാൻ ഈറ്റ കൊണ്ടുവരാൻ ഏറ്റയാളായിരുന്നു അത് എന്ന് പിന്നീടറിഞ്ഞു. കീഴ്വായ്പൂർ, മാർത്താണ്ഡം, ഇടയാർമുറ, കുറിയന്നൂർ, കലയപുരം എന്നിവിടങ്ങളിൽ സാധു കൊച്ചുകുഞ്ഞ് ഉപദേശിയുടെ നേതൃത്വത്തിൽ അനാഥശാലകൾ നടത്തിയിരുന്നു. ഏക ആശ്രയസ്ഥാനമായ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരായുധമായി തീരുക എന്നത് ജീവിത സൗഭാഗ്യമായി കരുതിയ സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി തൻ്റെ ജീവിതത്തിൽ വന്ന എല്ലാ കഷ്ടങ്ങളും നഷ്ടങ്ങളിലും തിരിഹിതം മനസ്സിലാക്കി ജീവിക്കുവാൻ ആഗ്രഹിച്ചിരുന്നു. 30 വർഷക്കാലത്തെ തൻ്റെ സുവിശേഷ പ്രവർത്തനത്തിന് 1945 നവംബർ 30 തൻ്റെ 62-ാമത്തെ വയസ്സിൽ തിരശ്ശീല വീണു.